ഒന്നുകിൽ ഞാൻ നിന്നെ ചതിച്ച് കല്യാണം കഴിച്ചതാണെന്ന് നീ തെളിയിക്കണം, അല്ലെങ്കിൽ തെറ്റ് നിന്റെ ഭാഗത്താണെന്ന് സമ്മതിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. എന്തായാലും വേഗം വേണം. നിനക്ക് ഞാൻ 1 മാസം സമയം തരും. അതിനകത്ത് നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു കരുതി കൂടുതൽ അഹങ്കരിക്കരുത്. ഉറച്ച ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ എനിക്കെതിരെ നിൽക്കില്ല. എനിക്കിനി നിന്നെ സഹിക്കാൻ പറ്റില്ല. എപ്പോഴാ നീ തിരിച്ചു പോകുന്നത്? എനിക്ക് ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ പൊയ്ക്കൂടെ? അങ്ങനെ വെറുതെ ഒന്നും ഞാൻ ഇറങ്ങിപ്പോവില്ല. നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് തെളിയിച്ചിട്ടേ ഞാൻ പോവൂ. എങ്കിൽ തെളിയിക്കേ. അതിന് തെളിവ് കിട്ടണ്ടേ? അത് കിട്ടട്ടെ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. നിങ്ങളുടെ അപമാനം സഹിച്ചിട്ട് ഞാനിവിടെ നിൽക്കുന്നതേ ആ തെളിവ് കിട്ടാൻ വേണ്ടി തന്നെയാ. നിന്റെ സംശയത്തിന്റെ കണ്ണുകൾ ഇനി എന്റെ നേരെ വരരുത്. മടുത്തു ഞാൻ. 1 മാസം, അത് തീരുന്ന ദിവസം നിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കി ഗേറ്റ് അടയ്ക്കും. മൈൻഡ് ഇറ്റ്. ഇതെന്താ ഈ 1 മാസത്തിന്റെ കണക്ക്? ഈ 1 മാസം കൊണ്ട് സൂര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? ഈശ്വരാ, സമയം കുറച്ചേ ഉള്ളൂ. അതിനകം എല്ലാം തെളിയിക്കണം. ആ അവിനാശ് കുറ്റക്കാരനാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ പ്രിയമോൾ അവനെ കല്യാണം കഴിക്കും. എന്റെ കണ്ണാ, ഈ 1 മാസം കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്താടി, പലായനത്തിനുള്ള സമയമായോ? മനസ്സിലായില്ലേ? ഡിക്ക് നിന്നോട് കടക്കപ്പുറത്തെന്ന് പറയാൻ സമയമായോന്ന്. ഓ, ഞാനിവിടുന്ന് പടിയിറങ്ങി പോകുന്നത് ആഘോഷിക്കാൻ കാത്തിരിക്കായിരുന്നു നീ. പിന്നെ അല്ലാതെ, ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് നല്ല മുഹൂർത്തത്തിലല്ലേ? നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിമിഷമാണ് ഇപ്പോ അമരാവതിയിലെ ഏറ്റവും നല്ല മുഹൂർത്തം. മുകളിൽ ഡിക്ക് നിന്നെ ഫയർ ചെയ്യുന്നത് കേട്ടപ്പോ ഞാൻ കരുതി ആ മുഹൂർത്തം ഇന്ന് തന്നെ ഉണ്ടെന്ന്. നന്നായിട്ട് പ്രാർത്ഥിച്ചോ നീ, ചെലപ്പോ നടക്കും. നിന്റെ വീട്ടിലെ ഓരോരുത്തരെയായി ഇവിടെ നീ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാടി? ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാനാണോ? സൂര്യയെ നോക്കാൻ എന്ന പേരില് നിന്റെ അനിയത്തിയെ കൊണ്ടുവന്നു. ഇനി നിന്റെ അച്ഛനും അമ്മയും കൂടി വീടടച്ചിങ്ങ് പോന്ന എല്ലാമായി. ഏയ്, എന്താടി നീ മറുപടി പറയാതെ പോകുന്നത്? സാധാരണ എന്തെങ്കിലും പറഞ്ഞാ തിരിച്ച് അതിനിരട്ടി പറയുന്നതാണല്ലോ നിന്റെ പതിവ്. അതോ എന്നെ അവഗണിക്കാനാണോ നിന്റെ ഉദ്ദേശം? അതെ, എനിക്ക് പരിഗണിക്കാൻ വേണ്ടിയുള്ള വലിപ്പമൊന്നും നിനക്കില്ല മായേ. അതുകൊണ്ടാ അവഗണിച്ചത്. നിന്റെ ഈ അമിതമായ കുടുംബസ്നേഹം കാണുമ്പോ എനിക്ക് സത്യത്തിൽ ചിരിയാ വരുന്നത്. അത്രയ്ക്ക് ചിരിക്കാൻ എന്താ ഇവിടെ ഇപ്പൊ ഉണ്ടായത്? നീ ഒരു മണ്ടിയാ, വെറും മരമണ്ടി. മായേ, പുലർച്ചെ കൂവുന്ന എല്ലാ പൂവൻകോഴികൾക്കും ഒരു വിചാരമുണ്ട്. നേരം പുലർന്നത് താൻ കൂവിക്കൊണ്ടാണെന്ന്. പക്ഷേ ഒരു ദിവസം ഈ പൂവൻകോഴികളൊന്നും കൂവിയില്ലെങ്കിലും നേരം പുലർന്നോളൂ എന്ന് ആ പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. നീയും അതുപോലെ.
കാര്യത്തില് ഞാനല്ലേ ടെൻഷൻ അടിക്കേണ്ടേ? ഈ ഹിറ്റ്ലർ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ CBI ഡെഡ്ലൈൻ പറഞ്ഞത് എനിക്കല്ലേ? അതിനെന്തിനാ ഇയാള് കയ്യും പുറകെ കിട്ടി സേതുരാമൻ കളിക്കുന്നു? ഹലോ, എന്തു പറ്റി ഹിറ്റ്ലറെ? എന്തിനെങ്ങനെ കയ്യും പുറകെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? ഓ, മിണ്ടൂല? അത് ശരി, എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. നീ എന്താടി എന്നെ കളിയാക്കണോ? ഞാനോ? ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നേ? പിന്നെന്തിനാ ഞാൻ നടക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഞാനേ എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം ആലോചന നടന്നത്. നീയോ എന്നെ കളിയാക്കാനല്ലടി? അല്ലല്ല, ഞാൻ ആലോചിച്ചത് എന്റെ ഡെഡ്ലൈനെ കുറിച്ചാ. ഡെഡ്ലൈനോ? നിനക്കോ? അതിന് എന്റെ പിന്നാലെ വാലുപോലെ നടന്നാണോ നീ ആലോചിക്കേണ്ടത്? ശരി, ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നില്ല, കുറച്ചങ്ങോട്ട് മാറി നടക്കാം. വേണമെങ്കിൽ നിങ്ങൾ എന്റെ പിന്നാലെ വാലുപോലെ നടന്നോ, ഞാൻ ഒന്നും പറയില്ല. നിനക്കൊരു വാല് ജനിച്ചപ്പോ തന്നെ ഉണ്ടല്ലോ. വാലോ? എനിക്കോ? എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓ, ഇതാണോ? ഇത് ഷോളല്ലേ, വാലല്ല. അയ്യോ, എനിക്ക് വയ്യ. ഹലോ, നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വാലുണ്ടെന്ന്? എന്നിട്ട് എവിടെ? ഒന്ന് കണ്ടുപിടിച്ചെന്നാ. എവിടെ? ഓ, നിനക്ക് ഭ്രാന്താടി. എനിക്കൊരു ഭ്രാന്തും ഇല്ല. ഭ്രാന്തുള്ളവരെ പോലെ ഇപ്പൊ എന്നോട് സംസാരിച്ചത് നിങ്ങളാ. ബേക്കറിക്കാരി മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്നെ എന്താ ചിരിക്കുന്നത്? ചിരി നല്ല മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാ. നിങ്ങളുടെ മുഖത്തൊരു ചിരി വരണമെങ്കിൽ അതിന് നിങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ബ്രഹ്മാവിന് പോലും പറ്റില്ല. ഏതോ മാനുഫാക്ചറിംഗ് ഡിഫക്ട്. അത് തന്നെ. അയ്യോ, ഇങ്ങനെ അലറി വിളിച്ച് പേടിപ്പിക്കില്ല എന്റെ പൊന്നി ഹിറ്റ്ലറെ. ഇതൊന്നും കേട്ടാലേ ഈ ജ്യോതി പേടിക്കില്ല. എന്തിനാ ഇപ്പൊ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നേ? നിങ്ങളുടെ ലോക്കർ തിരിച്ചു കിട്ടിയല്ലോ. അല്ല, ഇത്തവണ എവിടെയാ ലോക്കർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ? ഇനിയും മോഷ്ടിക്കാനാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്ങാനും നിന്റെ കണ്ണ് എന്റെ ലോക്കറിന് മേലെ വീണ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഓ, പിന്നെ നിങ്ങൾ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ വരുമ്പോ എന്റെ കൈ അങ്ങ് മാങ്ങ വരയ്ക്കാൻ പോവല്ലേ? എന്തെങ്കിലും എടുത്ത് ഞാൻ നിങ്ങളുടെ കണ്ണും കുത്തിപ്പൊട്ടിക്കും. എന്തു പറഞ്ഞാലും തർക്കുത്തരം. ഇനി മേലാൽ നീ ഈ ലോക്കറിനെ കുറിച്ച് ഒരു അക്ഷരം ചോദിച്ചു പോരുത്. എന്റെ പൊന്നി ഹിറ്റ്ലറെ, നിങ്ങൾ ഈ ലോക്കർ അവിടെ ഇവിടെ മാറ്റി ഒളിപ്പിച്ചു വെക്കുന്നോണ്ടാ എനിക്ക് ഇത്രയും സംശയം വരുന്നത്. എനിക്ക് മാത്രല്ല, ഈ വീട്ടിലെ പലർക്കും ഉണ്ട് സംശയം. അതുകൊണ്ടല്ലേ അത് ഈ വീട് വിട്ട് പുറത്തു പോയത്. ഇനിയും നിങ്ങൾ ആ ലോക്കർ ഒളിപ്പിച്ചു വെച്ച അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൂടത്തേ ഉള്ളൂ. അതെ, അതിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള എന്തോ ഭീകരമായ രഹസ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ലോക്കർ ഇങ്ങനെ മാറ്റി മാറ്റി പല സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നത്. എന്തേ? ഞാൻ പക്ഷേ അച്ഛന്റെ നിലപാടുകളിൽ അച്ഛൻ വെള്ളം ചേർത്തിട്ടില്ല. ന്യായത്തിന്റെ ഭാഗത്ത് എന്ന് നിന്നിട്ടുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയായി ഓഫീസിൽ ഒരു സമരം നടക്കുകയായിരുന്നു. നീതിക്ക് വേണ്ടി ഒരു പെൺകുട്ടി നടത്തുന്ന സമരം. അവളെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു സീനിയർ എഡിറ്റർക്കെതിരെ അവൾ മാനേജ്മെന്റിന് പരാതി കൊടുത്തു. ഞങ്ങൾ കുറച്ചുപേര് ആ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തു. അതിന്റെ പ്രതികാര നടപടിയാ ഈ സസ്പെൻഷൻ. എന്റെ ഈശ്വര, ഇനി എങ്ങനെ ജീവിക്കും? ഉള്ള ജോലിയും പോയി.
അന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി തലയിടരുതെന്ന്. സമരത്തിനൊപ്പം നിന്നതിന് കൂലി കിട്ടിയില്ലേ? ഞാൻ മാത്രമല്ലല്ലോ ആശാലതെ, ഞങ്ങൾ 4 പേരെ ഇപ്പം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവർക്കൊക്കെ ജീവിക്കാൻ വേറെ വല്ല വരുമാനം കാണും, നിങ്ങൾക്കോ? മാപ്പ് എഴുതി കൊടുത്ത സസ്പെൻഷനിൽ നിന്ന് ഒഴിവാക്കാമെന്ന മാനേജ്മെന്റ് പറയുന്നത്. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് അതൊന്ന് എഴുതി കൊടുത്ത് ജോലി പോവാതിരിക്കാൻ നോക്ക്. മോൾ എന്തു പറയുന്നു? അച്ഛൻ മാപ്പ് എഴുതി കൊടുക്കണോ? അച്ഛന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്താൽ മതി. നിന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഈ അപമാനം നേരിട്ടിരിക്കുന്നു. അവൾക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പരാതിപ്പെട്ടെടുത്തുനിന്നൊന്നും നീതി ലഭിക്കാതെ വന്നപ്പോഴാ ഞങ്ങൾ സമരം തുടങ്ങിയത്. നിനക്കൊരു അപമാനം നേരിട്ടാൽ അച്ഛൻ പ്രതികരിക്കണ്ടേ മോളെ? അച്ഛൻ അതേ ചെയ്തിട്ടുള്ളൂ. വല്ലവരുടെയും കാര്യത്തിന് പ്രതികരിക്കാൻ പോയിട്ടിപ്പോ സ്വന്തം ജോലി പോയപ്പോ സമാധാനമായല്ലോ. നിങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? അഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ ശാലതേ. എന്തു വന്നാലും മാപ്പ് എഴുതി കൊടുത്തിട്ട് എനിക്ക് ആ ജോലിയിൽ തിരിച്ചു കയറണ്ട. വേണ്ടി വന്നാ ഇതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോവും. മോളെ, അച്ഛനൊന്ന് കിടക്കട്ടെ, വയ്യ. പതുക്കെ. വേണ്ട, അച്ഛൻ പൊക്കോളാം. ഇങ്ങനെ നന്നാവത്തില്ല, ഒരിക്കലും നന്നാവത്തില്ല. എന്റെ തലവിധി. Hey, who are you? നിങ്ങളോ? അതെ, ഞാൻ തന്നെ. നീ എന്ത് കരുതി മൂർത്തി? ഞാൻ നിന്നോട് ക്ഷമിച്ചെന്നോ? എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടും നിന്നെ വെറുതെ വിട്ടവനാ ഞാൻ. പക്ഷെ നീയിപ്പോ മര്യാദയുടെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു. നീ എന്റെ അമ്മയും മരുമകളെയും കെട്ടിയിട്ടു, എന്റെ ഭാര്യയെ പൂട്ടിയിട്ടു. അതിനുള്ള ശിക്ഷ 2 അടിയിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചോ നീ? അതിനുള്ള മറുപടി തന്നില്ലെങ്കിൽ പിന്നെ DK ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? കയ്യിൽ നിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന്. മനസ്സിലായല്ലോ? ആരെങ്കിലും പണം വാങ്ങിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന എന്തിനാ? മിണ്ടരുത്. സുധാകരൻ നായരെ, നിങ്ങൾക്കിപ്പോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കണോ? ഇനി ഞാൻ പറയണത് പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ചേച്ചി, കുടിക്കാനൊരു ചായ കിട്ടും. മധുരം കുറച്ച് മതി, വളരെ വളരെ കുറച്ച്. ചെല്ലേ, ചെല്ലാൻ.
കൊള്ളാം. ഇതുപോലൊരു ചായ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. താങ്ക്സ്. അപ്പൊ പറഞ്ഞു വന്നത് ആ രാമേന്ദ്രന്റെ കാര്യം. പണം വാങ്ങി അയാൾ മുങ്ങി, ബിസിനസ്സും പൂട്ടി. പക്ഷേ നിങ്ങളുടെ ഒറ്റ ഉറപ്പില ഞങ്ങൾ പണം കൊടുത്തത്. അതിന്റെ തെളിവാ നിങ്ങൾ ഒപ്പിട്ട ഈ ചെക്കും മുദ്രപത്രവും. ഞങ്ങൾക്കിപ്പോ ആര് പണം തന്നാലും മതി. സുധാകര, രാമേന്ദ്രൻ തരാനുള്ള പണം നിങ്ങൾ തന്നേ പറ്റൂ. എന്റെ കയ്യിൽ വിഷം വാങ്ങാൻ പോലുള്ള കാശില്ല. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്നതാണോ നിങ്ങളുടെ ന്യായം? ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഓ, ഞങ്ങളുടെ പോലീസും കോടതിയൊക്കെ ഞങ്ങൾ തന്നെ. സുധാകര, നിങ്ങൾ പണം തന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അങ്ങ് കൊല്ലും. നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തുവാണോ? അയ്യോ അല്ല കുട്ടി, ഒരു സത്യം പറഞ്ഞതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുട്ടി തന്നെ DKയുടെ കയ്യിൽ നിന്ന് അത്രയും പണം വാങ്ങിച്ചെന്നാ മതി. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. എന്താ പറ്റില്ലേ? നടന്നു തന്നെ. എടോ, ഇവിടുന്ന് തനിക്കൊരു 5ന്റെ കാശ് കിട്ടാൻ പോകുന്നില്ല. മര്യാദക്ക് പോവാൻ നോക്ക്. പോ. അയ്യോ, പണം വേണോന്ന് ആര് പറഞ്ഞു? സാവകാശം തരാം. അതുവരെ പണയമായിട്ട് ഇയാള് ഞങ്ങളെ കസ്റ്റഡി കാണും. ഇയാളെ പിടിച്ച് വണ്ടി കയറ്റടാ. എണീക്കോ അങ്ങോട്ട്. പിടിച്ചോണ്ട് പോടാ അങ്ങോട്ട്. അയ്യോ, പിടിച്ച് കേറ്റണം. നീയൊക്കെ എന്റെ ശവം മാത്രമേ കൊണ്ടുപോകത്തോളാ. എന്റെ ശവത്തിനും നിന്നെ കൊണ്ടൊക്കെ ഞാൻ കണക്ക് പറയിപ്പിക്കും. അവിവേകൊന്നും കാണിക്കില്ല മനുഷ്യ. തുറക്ക്. ഒന്ന് കഥക് തുറക്ക്. സുധേട്ട, നിന്നെയൊക്കെ ഞാൻ ജയിലിൽ കേട്ടൂടാ. നോക്കിക്കോ. സുധേട്ട, 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 വാതിൽ തുറക്ക്. സുധേട്ട, സുധേട്ട, അവിവേകൊന്നും കാണിക്കില്ലേ. സുധേട്ട, സുധേട്ട, വാതിൽ തുറക്ക്. പറയട്ടെ. സുധേട്ട, സുധേട്ട, ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാ. എന്റെ മരണത്തോടെ എല്ലാം തീരട്ടെ. വാതിൽ തുറക്കച്ച. അവിവേകൊന്നും കാണിക്കില്ല. സുധേട്ട, വാതിൽ തുറക്ക്. സുധേട്ട, സുധേട്ട. ആരോടായാലും ആ അവസരം നന്നായിട്ടൊന്ന് മുതലെടുത്താൽ ജ്യോതിയെ ഇവിടുന്ന് ഇറക്കിവിടാം എന്നേക്കുമായി. പിന്നീട് ഒരിക്കലും നമുക്കവളുടെ മുഖം കാണാതെ ജീവിക്കാൻ സാധിക്കും. വരാൻ പോകുന്ന ന്യൂ ഇയർ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിരിക്കും. ഒപ്പം ജ്യോതിയുടെ ഈ വീട്ടിലെ അവസാന ദിനവും. അവളെ പൊളിച്ചടുക്കും ഞാൻ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ ലോട്ടർ ലോസിന് നല്ല ബുദ്ധി കൊടുക്കണേ. ജ്യോതി ഇപ്പോ DKയുടെ ലൈഫിലെ വൈഫൈയാ. വൈഫൈ ഉണ്ടെങ്കിലല്ലേ നെറ്റ്വർക്ക് കണക്ട് ആവുള്ളൂ കണ്ണ. അതുപോലെ വൈഫ് ഉണ്ടെങ്കിലേ അവൻ നന്നാകും. അതുകൊണ്ട് അവന്റെ മൈൻഡ് മാറണം. നീ അത് മാറ്റിയേ പറ്റൂ.
ദേ അതിനിടയ്ക്ക് ആ മരുമക്കളുടെ കാര്യം കൂടെ നീ നോക്കിക്കോണം കേട്ടോ. ദേ ടൈം ഇല്ലാന്ന് പറഞ്ഞോ നീ എന്നെ അവോയ്ഡ് ചെയ്യരുത് കണ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ, ആ എന്താ പെട്ടി? വാട്ട് ഹാപ്പൻ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. അതിനെന്താ, നീ സംസാരിച്ചോ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എനിക്ക് ആകെ ടെൻഷൻ ആവുന്നമ്മേ. വാട്ട് ടെൻഷൻ? ടെൽ മീ. ഈ വീട്ടിലിപ്പോ ഇടയ്ക്കിടെ പണ്ടില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അടുത്ത പ്രശ്നം എപ്പോഴാ വരുന്നതെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ. അടുത്ത കാലം വരെ നമ്മുടെ വീട് സ്വർഗമായിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ എവിടെയൊക്കെയോ എല്ലാരും തമ്മിലൊരു അകൽച്ച വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. യു ടെൽ ട്രൂത്ത്. സത്യം നീ പറഞ്ഞത്. പക്ഷേ അതിന് നിങ്ങളൊക്കെ കാരണക്കാരാണ്. ഞങ്ങൾ മാത്രമാണോ അമ്മേ അതിന് കാരണക്കാര്? അല്ല, എല്ലാവരും കാരണക്കാരാ. പക്ഷെ ഇനി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊക്കെ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ DKക്ക് സന്തോഷമാവൂ. എല്ലാരും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുത്തേ പറ്റൂ. വാട്ട് വൈ? എങ്ങനെ? തുമാര ഐഡിയ വെരി ഗുഡ്, ബഹുത് അച്ഛാ ഹെ. പക്ഷെ അത് നടപ്പിലാക്കാൻ എന്താ ഒരു വഴി? വഴിയുണ്ടമ്മേ. വരാൻ പോകുന്ന ന്യൂ ഇയർ ആഘോഷത്തോടെ എല്ലാം അവസാനിക്കണം. എല്ലാ ബന്ധുക്കളും വരണം. ചിത്രയുടെ വീട്ടുകാരും താരയുടെ അച്ഛനും അമ്മയും എല്ലാവരും വരണം. പക്ഷേ ഒരു കാര്യം അമ്മ ഞങ്ങൾക്ക് വാക്ക് തരണം. ആ ജ്യോതിയുടെ വീട്ടുകാരെ മാത്രം വിളിക്കാൻ പാടില്ല. അമ്മേ, ഞാൻ പറഞ്ഞതിന് അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. അമരാവതിയിലെ ബന്ധുക്കളെ വേർതിരിച്ച് കാണണമെന്നാണോ നീ പറയുന്നത്? അതിനാണോ ഞാൻ നിനക്ക് റിപ്ലൈ തരേണ്ടത്? എല്ലാരും ഒരുപോലെയല്ലേ? ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ അവരെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? യഥാർത്ഥത്തിൽ നോക്കിയ ജ്യോതിയുടെ ബന്ധുക്കളല്ലേ ആദ്യം വിളിക്കേണ്ടത്. നിങ്ങൾ ഈ വീട്ടിലെ ലിറ്റിൽ മരുമക്കളാ, കൊച്ചുമക്കളുടെ വൈഫുമാ. പക്ഷെ ജ്യോതിയോ എന്റെ മരുമകളാ, ഈ വീടിന്റെ മരുമകൾ. സുപ്രിയയ്ക്ക് പകരം എന്റെ മകന്റെ ജീവിതത്തിലേക്ക് വന്ന അവക്കല്ലേ ഈ വീട്ടിലോ? ഇനി ചിലപ്പോ ഞാൻ ആദ്യം ചെയ്യും. ബേക്കറിക്കാരി, അയ്യോ, അതെ, ഞാൻ DK കുറിച്ച് നല്ലത് മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. DK വളരെ നല്ലവനാണ്, കാരുണ്യവാനാണ്. ഈ വീടിനെ കൈ വെള്ളയെ കൊണ്ട് നടന്നാ നോക്കുന്നത്. വീടിനെ മാത്രല്ല, ഈ വീട്ടിലെ എല്ലാവരെയും, പ്രത്യേകിച്ച് എന്നെ. എന്നോട് എന്ത് സ്നേഹമാണെന്നറിയോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു സുപ്രിയയുടെ ഫോട്ടോയുമായിട്ട് സംസാരിക്കരുതെന്ന്? ഹലോ ഹിറ്റ്ലറെ, എനിക്ക് നിങ്ങളെ പോലെ ഈ ആത്മാവിനോട് സംസാരിക്കുന്ന ഭാഷ അറിയില്ല. അതുകൊണ്ടാ ഫോട്ടോ നോക്കി സംസാരിക്കുന്നത്.
അല്ല, നിങ്ങളൊരു മന്ത്രവാദിയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. നിന്നോട് മിണ്ടിപ്പോരുതെന്നാ പറഞ്ഞത്. എന്നോട് മിണ്ടിപ്പോരുതെന്ന് പറയാൻ നിങ്ങൾ ആരാ? അതെ, 1947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതാ, അറിയോ? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക്. മനസ്സിലായോ? അതിനുശേഷം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ആരോടും എവിടെ വെച്ചും എന്തും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഒരു പെണ്ണായതുകൊണ്ട് എന്നെ മാറ്റി നിർത്താം എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാനും സംസാരിക്കും. ചിലപ്പോ ഒറ്റയ്ക്ക് സംസാരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കും. അതും അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ നോക്കി സംസാരിച്ചെന്നിരിക്കും. അതിന് നിങ്ങൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്താൻ വരുന്നത്? നിന്നോട് വായടക്കാനാ പറഞ്ഞ. സുപ്രിയ എന്റെ ഭാര്യ. എന്റെ ഭാര്യയോട് നിന്നെ പോലെ കണ്ണിക്കണ്ട ആളുകൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഫോട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തൂക്കിയിട്ടിരിക്കുന്നത്? എടുത്ത വല്ല പെട്ടിയിലും അടച്ചു വെച്ചൂടെ? കുറച്ചുകൂടി സുരക്ഷിതത്വത്തിന് വേണമെങ്കിൽ ഈ ഫോട്ടോ കൊണ്ടുപോയി ബാങ്ക് ലോക്കറിൽ വെക്കാം. എന്താ, അത് നല്ലതല്ലേ? ഞാൻ ചിലപ്പോ ഫോട്ടോ ഇവിടെ തൂക്കിയിടും, ചിലപ്പോ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവയ്ക്കും. അതൊക്കെ ചോദിക്കാൻ നീ ആരാ? എന്റെ സ്വാതന്ത്ര്യത്തെ ചവിട്ടി താഴ്ത്താൻ നിങ്ങൾ ആരാ? ആരാന്ന്? ഇതെന്തോന്ന് ഓൺലൈൻ ക്ലാസ്? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരം. എന്താ ഇവിടെ പ്രശ്നം? എന്റെ മുറി കയറി വന്ന് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരടി? നിനക്കെന്താ കൊമ്പുണ്ടോ? കൊമ്പ് വിളിക്കാൻ ഞാൻ ആരാ? ലുട്ടാപ്പിയ. എന്റെ പേര് ജ്യോതിന, ജ്യോതിർമയി. മനസ്സിലായാ? നീ എന്നോട് വെറുതെ വാദിക്കാൻ നിൽക്കരുത്. ഇനി ഒരു തവണ കൂടി നീ ഇതുപോലെ സുപ്രിയയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ട, അന്ന് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. മനസ്സിലായി? ഓഹോ, നിങ്ങൾ എന്നെ വഴക്ക് പറയുന്ന? ഇനി മേലിൽ എന്നെ ഇതുപോലെ വഴക്ക് പറഞ്ഞ ഈ ഫോട്ടോ എടുത്ത് ഞാൻ റോഡിൽ കളയും. അല്ല പിന്നെ എന്നോടാ കളി? റോഡിലല്ല, ചിലപ്പോ തോട്ടിക്കളയും. തോട്ടിലെ അഴുക്ക് വെള്ളത്തിൽ കിടന്ന് ഈ ഫോട്ടോ നശിച്ച് നാശകോശമായി പോവും. നീ എന്താ പറഞ്ഞ? എന്താ പറഞ്ഞെന്ന് പറയടി. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? അല്ല ചേട്ടാ, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ചേട്ടാ, അതെ, ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല. നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. എന്നെങ്കിലും നീ ഈ ഫോട്ടോ ഇവിടുന്ന് എടുത്ത് കളയാൻ ശ്രമിച്ച, ഈ വീട്ടിൽ നീ ചെയ്യുന്ന എന്ത് മണ്ടത്തരം ഞാൻ ക്ഷമിച്ചാലും ഇത് മാത്രം ഞാൻ നിന്നോട് ക്ഷമിക്കില്ല, സഹിക്കില്ല.